ശൃംഗാരത്തിന്. ദേഷ്യം വരുമ്പോൾ എല്ലാവരും പുരികളക്കി ചിരിക്കൂലല്ലോ. സങ്കടം വരുമ്പോൾ പുരികളക്കി ചിരിക്കുമോ? പുരിക അവിടെ നിൽക്കട്ടെ, ചിരിക്കുമോ? ചിരിക്കില്ല. ഒരു ബീഭത്സം, ഒരു അറപ്പ് കാണുമ്പോൾ നമ്മൾ ചിരിക്കുമോ? ഇല്ല. നമ്മളെപ്പോഴും ചിരിക്കുന്നത് എന്തിനാ? സന്തോഷമാകുമ്പോൾ. എത്ര വെറുപ്പുള്ള ഒരാളെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, നമ്മൾ ചിരിക്കും. എന്നിട്ട് വർത്താനം പറഞ്ഞ് വഴക്ക് കൂടി വരുമ്പോഴേ നിങ്ങൾ ഇറങ്ങി പൊക്കാതാണ് നല്ലതെന്ന് നമ്മൾ പറയും. ശരിയല്ലേ? അല്ലാതെ പുരികളക്കി ശൃംഗാരിച്ച് അവരെ അകത്ത് കയറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ പുരികളക്കേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് നായകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. നമ്മൾ ഭാര്യയും ഭർത്താവൊന്നും അല്ലല്ലോ നൃത്തത്തിൽ പറയുക, അത് നവ്യയ്ക്ക് അറിയാലോ. നായികയും നായകനും, സഖി തോഴി, അല്ലാണ്ട് സെർവൻ്റ് എന്ന ജോലിക്കാരി എന്ന് പറയില്ല. ഈ തോഴിയും സഖിയാണ് സെർവൻ്റായിട്ട് കൂട്ടുന്നത്. നായികയുടെ പെറ്റായിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് തോഴി അല്ലെങ്കിൽ സഖി. അപ്പോൾ സഖിയേ എന്ന് പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ സഖിയേ എന്ന് പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ ഈ സഖിയോടാണ് കാര്യങ്ങൾ പറയണത്. ആരറിയിക്കാൻ? ഈ ഭർത്താവിനെ അല്ലെങ്കിൽ നായകനെ, ഈ നായികയുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് ഈ തോഴിയാണ്. അപ്പോൾ നമുക്ക് അവരതുപോലെ തോഴി സഖി എന്ന് റെസ്പെക്റ്റ് ചെയ്തേ സംസാരിക്കുള്ളൂ. ജോലിക്കാരിയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെണ്ണാണ്, അങ്ങനെയൊന്നും പറയില്ല. ഡാൻസിനകത്ത് നൃത്തത്തിൽ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ശൃംഗാരം വരുന്ന ഒരു ഭാഗം വരികയാണെങ്കിൽ നായിക പറയാണ്, അടുത്തേക്ക് ചെന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചോ. നടന്നിങ്ങനെ വളരെ ലാസ്യത്തോടെ നടന്നിങ്ങനെ പോകുമ്പോൾ പുരികൊക്കെ ഇളക്കി ശൃംഗാരമായിട്ട് അയാളടുത്തേക്ക് ചെല്ലുള്ളൂ. എന്തറിയോ? വളരെ സന്തോഷമുള്ളൊരു ഭാഗമാണ് അവിടെ പുരി ഇളക്കാം. മനസ്സിലായേ? പിന്നെ നായിക തോഴീനെ സോപ്പിടുന്ന ഒരു ഭാഗമുണ്ട്. പല ഐറ്റങ്ങളും ഉണ്ട്. അത് പ്രത്യേകിച്ച് അത് മഹാരാജ സ്വാതി തിരുനാൾ എഴുതിയിട്ടുള്ള കൃതികൾ കുറേ ഉണ്ട് മോഹിനിയാട്ടത്തിൽ. അപ്പോൾ തരുണി ഞാൻ എന്തു ചെയ്യൂ, തരുണി ഞാൻ എന്തു ചെയ്യൂ ഹന്തമാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ തരുണി പുരിയൊക്കെ ഇളക്കി ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങി വരുന്നത് വരെ പുരിയൊക്കെ ഇളക്കി ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് തരുണി. എന്നാൽ ഈ തരുണിനെ സോപ്പിടുന്നത് എന്തിനറിയോ? ഇവക്ക് കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അറിയിക്കാൻ ഇവള് വഴി. അപ്പോൾ അവൾ വളരെ സന്തോഷമായിട്ട് പുരികൊക്കെ ഇളക്കി സന്തോഷമായിട്ടാണ് ഇവളെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവൾ അതുപോലെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവതരിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് പുരികളക്കാം. മനസ്സിലായേ? എന്നിട്ട് പിന്നെ അങ്ങോട്ട് വർണ്ണിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അത് ഈ നായിക തോഴി കാണാലേ അവളോടാ പറയുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. സരസീജ തീനേ വല്ലും ആനനം കാൺമതും. ഇത് പാടുമ്പോൾ സരസീജ എന്ന് പറഞ്ഞാൽ താമരയാണ്. ഈ താമരേനെയും കൂടി അതിനെയും അതിനപ്പുറം അടുക്കും മേലെ എന്നൊക്കെ പറയുന്ന പോലെ അതിനെയും വെല്ലുന്ന മുഖഭാവമാണ്, മുഖത്തോടു കൂടിയവനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അവിടെയൊക്കെ ശൃംഗാരം ചെയ്യാം, അവിടെയൊക്കെ പുരികളക്കാം. മനസ്സിലായേ? എന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് ആ പദത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ദുഃഖമായി. എന്നുവെച്ചാൽ അദ്ദേഹം എന്തായാലും എൻ്റെ അടുത്തില്ലാത്ത ആ ദുഃഖം എനിക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖമാണ്. അപ്പോൾ വരുന്ന ദുഃഖഭാവത്ത് നമ്മൾ എന്താണ് അവിടെ ട്രാജഡി ആയിട്ട് അഭിനയിക്കുന്നത്, ആ സാഹിത്യം അതുപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സന്തോഷം വരുന്ന നവ്യയുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ശൃംഗാരം വരുന്ന എല്ലാ ദിക്കിലും മോഹിനിയാട്ടത്തിന് പുരികളക്കാം. പിന്നെ ഭരതനാട്യത്തിന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, കൈ ഇവിടെ വെച്ചിട്ട് നാട്യാരംഭ നിലയിൽ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ കഴുത്ത് ഇളക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ആൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതാണ് അവർ ഭരതനാട്യക്കാർ. പക്ഷേ ഇത് ഞങ്ങൾ കലാമണ്ഡലത്തിലൊന്നുമില്ല. അതൊക്കെ ഈ കലാക്ഷേത്രക്കാർ ഇങ്ങനെ ഇളക്കുമ്പോൾ അങ്ങനെ പുരി ഒരു പ്രാവശ്യം മുകളിലോട്ട് കൊണ്ടുപോകും. അതുപോലെ ഇപ്പുറത്ത് ഇളക്കുമ്പോൾ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നും കാണിക്കുന്നതാണ്.
അത് ഞാനത് ചെയ്യാറില്ല, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ശൃംഗാരം വരുന്നിടത്ത് പുരിക ഇളക്കേണ്ട കാര്യമൊന്നും ഭരതനാട്യത്തിനില്ല. അത് കൂടുതലും വരുന്ന കഥകളിയിലും കൂടിയാട്ടത്തിലും മോഹിനിയാട്ടത്തിലാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത കുട്ടികളുണ്ട് ഈ മത്സരത്തിന്. എന്താ പറയുക, ഇതിങ്ങനെ കൈ വെച്ചിട്ടേ ഇങ്ങനെ വലിച്ചു പിടിക്കുക. അപ്പോൾ ശരിക്കും ഈ ബോഡി തന്നെ ഇങ്ങനെ നിവർന്നിരിക്കണം. ഇത് നമ്മൾ സാധാ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. കൈ ഇങ്ങനെ കെട്ടുന്നത്, ഇങ്ങനെ കെട്ടി വലിച്ചു പിടിക്കണം പുരികം. എന്നിട്ട് ടീച്ചർ പറയും വിടൂ, വിട്ടു, ഇനി വലിച്ചു പിടിച്ചു, വിടൂ, വിട്ടു. അങ്ങനെ രണ്ടാം കാലം, പിന്നെ മൂന്നാം കാലം, അങ്ങനെ സ്പീഡിൽ. അത് പ്രാക്ടീസിലേ അത് വരുള്ളൂ, മനസ്സിലായേ? അല്ലാതെ വരില്ല. അപ്പം മത്സരത്തിൻ്റെ കുട്ടികൾ കൊണ്ടാക്കിയിട്ട് 6-ാം മാസം അല്ലെങ്കിൽ 1 വർഷം മത്സരത്തിന് സ്റ്റേജ് കയറ്റുന്ന ടീച്ചർമാരുണ്ട്. ആ കുട്ടി സാധകം ചെയ്ത് ഈ പുരികം ശരിയാക്കുമോ? ഈ കുട്ടി മത്സരത്തിന് വരുമ്പോൾ ജഡ്ജസ് സമ്മാനം കൊടുക്കുമോ? ഈ ഇരിക്കുന്ന ജഡ്ജ് പുരികളക്കോ? അതൊന്ന് പറഞ്ഞാട്ടെ. ഇരിക്കുന്ന ജഡ്ജ് പുരികളക്കോ? സ്കൂളിലെ ടീച്ചർമാർ തന്നെയാണ് ജഡ്ജ് ഇവിടങ്ങളിലൊക്കെ, ട്രിവാൻഡ്രത്ത്. ആരോട് പറയാനാ? കുട്ടി വല്ലതും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ടോ സ്കൂളിൽ ചെന്ന്? ഇല്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം എന്നോട് ചോദിക്കും. കുട്ടികളുടെ പാരൻസ് പ്രതികരിച്ചു പോലും സംസാരിച്ചാൽ അതെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ പഠിച്ചാൽ മതി, കൊണ്ടോക്കോ, TC മേടിച്ച് പൊക്കോ എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ കുട്ടി കളിക്കും, ഒന്നുമില്ല, പോരും, ഡ്രസ്സ് കൊള്ളൂല്ല, ഓർണമെൻറ്റ്സ് കൊള്ളൂല്ല, കണ്ണി കണ്ട കുറ്റങ്ങളും കുറവുകളും പറയും, അല്ലെങ്കിൽ പുരി ഇളക്കിയില്ല. എൻ്റെ ഒറ്റ ചോദ്യം, ഈ ജഡ്ജസ് പുരി ഇളക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇളക്കോ ഇവർ പുരി ഇളക്കിയില്ല എന്നൊക്കെ പറയണ്ടല്ലോ ജഡ്ജസ് വന്നിരുന്നിട്ട്. ഇവരെടുത്തുനിന്ന് അതല്ല വേണ്ടേ. എന്താ അറിയോ, നല്ല പോലെ ഭരതനാട്യമോ മോഹിനിയാട്ടോ കുച്ചിപ്പുടിയോ പഠിച്ചവരല്ല വന്നിരിക്കുന്നത്. ഇവരോട് അസാധ്യമായിട്ട് ത്രികാല ജതിയെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാനത് പറയുന്നത് എന്താ അറിയോ, പ്രേക്ഷകർ എന്നെ പറയും സത്യഭാമ ടീച്ചറിന് ഒരു ത്രികാല ജതി ഉണ്ട്, ടീച്ചറും ഉണ്ടെന്ന് പറയും. ഞാൻ ത്രികാല ജതി ടഫാണ് പറയാൻ. ഒരു ജതി ഇടയിൽ വരുന്നൊരു ജതി പറഞ്ഞാൽ മതി. പറ്റുമോ? ഇതെന്താണെന്ന് നവ്യ, ഒരു പരിധി വരെ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഈ ജനങ്ങൾ ഇത്രയും നിൽക്കുമ്പോൾ ഒരു സഭാകമ്പം ഉണ്ടാവില്ലേ? പറയാൻ വിചാരിച്ച ആൾക്ക് പോലും തെറ്റും. നവ്യക്ക് 500 വരെ തെറ്റാതെ എഴുതാൻ പറ്റുമോ? പെട്ടെന്ന് പറ. സംശയം 500 വരെ എഴുതാറിഞ്ഞൂടെ? ഒന്ന് എഴുതി നോക്കിയാൽ പറ്റൂല. എങ്ങനെ 10 വരെ എഴുതിയിട്ട് അടുക്കളയിൽ പോയിട്ട് പോലും കഴിച്ചിട്ട് വരാനല്ല, കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടിരിക്കണം. തെറ്റും നമുക്ക് ഉറപ്പിന. ക്ലാസ്സിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളെ, പലരും എൻ്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ട് ഒറ്റ കുട്ടികൾ എഴുതിയില്ല. എന്താ അറിയോ, എഴുതാൻ അറിയാൻ വയ്യാത്തോണ്ടാ? അല്ലല്ലോ. നമ്മളിങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ എഴുതി വരുമ്പോൾ എങ്ങനെയെങ്കിലും ശരി തെറ്റും വരും. അത് വരാൻ പാടില്ല. 500 സെക്കൻഡിൽ അത്ര എഴുതിക്കോണം എന്ന് പറഞ്ഞ പോലെ ഈ ഇരിക്കണ ജഡ്ജ് സാധാ ഒരു ജതി പറയണേ, തത്ത ടീം കുത്തക്ക തത്ത ടീം കുത്തക്ക ടീം കുത്ത കൃത്യക്ക് തത്തള്ള കുത്തക്ക ഇങ്ങനെ സാധാ ജതി ചതുരശ്ര ജാതി ആണെങ്കിൽ പോലും പറയില്ല. ഉറപ്പ് വരും, തെറ്റിയിരിക്കും അവർക്ക്. ഇത്രയും ജനം നോക്കി നിൽക്കല്ലേ. ഇതങ്ങോട്ട് ചെന്ന് ചോദിക്കണം ഈ പിള്ളേർ. പറ്റുമോ പിള്ളേർക്ക്? അപ്പം പിള്ളേർക്ക് എന്താ പേടി അറിയോ? പിള്ളേർ നല്ല സ്മാർട്ട് പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കാനായിട്ട്. തിരിച്ച് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രശ്നമാവും. ഇയാളെന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയെന്ന് ചോദിക്കും. HM തന്നെ വിളിച്ച് കൊച്ചിനെ വരട്ടും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ. കുട്ടികളെ പേടിപ്പിച്ചും അല്ലെങ്കിൽ നിങ്ങൾ TC മേടിച്ച് പൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഡാൻസല്ലേ നവ്യാകും. ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഡാൻസല്ലേ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പഠിത്തം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് എല്ലാവരും സഹിക്കും. പിന്നെ ആ കളിക്കുന്ന ഫസ്റ്റ് പല്ലവിയിലെ അഭിനയം ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ മിക്ക പിള്ളേരും മുരുകൻ, കൃഷ്ണൻ, ശിവൻ, ദേവി, ഹനുമാൻ എല്ലാം നമ്മുടെ എല്ലാ ഹിന്ദുക്കളുടെ എല്ലാ ദൈവങ്ങളെയും വെച്ചിരുന്ന പാട്ടുകൾ മൊത്തം. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ പാട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ കൃഷ്ണൻ്റെ പാട്ട് എടുക്കുമ്പോഴും നമുക്ക് അഭിനയിക്കാനുള്ളത് ചിന്ന ചിന്ന പാദം വൈത്ത് കണ്ണ നീവാ കൊച്ചു കൃഷ്ണൻ്റെയാ. എന്ന തവം ചെയ്തനെ യശോദ
എന്നത്തവം ചെയ്തനെ യശോദ. അത് കുച്ചു കൃഷ്ണൻ്റെ. അപ്പോൾ ഈ വക പാട്ടുകൾ കളിക്കുകയാണെങ്കിൽ അഭിനയിക്കുന്നത് വലിയ പ്രശ്നമില്ലാതെ അഭിനയിച്ച് പോവാം. ഇപ്പം നമ്മൾ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കണം, എന്ന തവം ചെയ്തനെ യശോദ, ദവ്യ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേ